ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ട മാസ്റ്റർ കീയുടെ ഓഫ്ലൈൻ സെൻറ്ററിലാണ്. KSFE അസിസ്റ്റൻ്റായിട്ട് ജോലി പ്രവേശിച്ച നൂബറയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ പത്തനംതിട്ട ഓഫ്ലൈൻ സെൻറ്ററിൽ വന്നത്. അപ്പോൾ നമുക്ക് നൂബറയെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഈ ജോലി കിട്ടിയപ്പം എന്തായിരുന്നു ഒരു റിയാക്ഷൻ? വീട്ടുകാരുടെയും അല്ലെ ഹസ്ബൻഡിൻ്റെ ഒക്കെ റിയാക്ഷൻ എന്തായിരുന്നു? എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഇത് കിട്ടും ഒരു ദിവസം എന്നറിയാം, പക്ഷേ ഏത് കിട്ടും, KSFE തന്നെ വരും എന്നുള്ളൊരു ഡൗട്ടൊക്കെ ആയിരുന്നു. പക്ഷേ അതാവുമെന്ന് ഉറപ്പിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവർക്കും ഡിഗ്രി ലെവൽ ജോലി എന്ന് പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ്ലി PSC പഠിക്കുന്ന എല്ലാവരുടെയും ലാസ്റ്റ് സ്റ്റോപ്പാണ് ഒരു ഡിഗ്രി ലെവൽ. അപ്പോൾ അത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വളരെ ഹാപ്പിയാണ് ഞാൻ. പിന്നെ ഓൾറെഡി സർവീസിൽ ഇരിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അതെ, അപ്പൊ അതിന്റെ ഒരു മധുരം കൂടുതലാണല്ലോ. ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിലെ OA ആയിട്ടാണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റില്. അപ്പൊ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 7 മാസമായിട്ട് അതിൽ ജോലി ചെയ്യുവാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിന്റെ അഡ്വൈസ് വരുന്നത്. അപ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. സെക്രട്ടേറിയറ്റ് OA, പിന്നെ അത് കൂടാതെ വേറെ ഞാൻ LD പത്തനംതിട്ടയിൽ 66ാം റാങ്കാണ്. ഇനി അതുപോലെ ASM പത്തനംതിട്ട ഉണ്ട്. ഇപ്പോൾ നിലവിൽ 4 റാങ്ക് ലിസ്റ്റിൽ ഉണ്ട്. പിന്നെ ഫോഴ്സിൻ്റെ ലിസ്റ്റുകൾ ഒരുപാടെണ്ണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഫിസിക്കലും അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്കുകളൊക്കെ ഉള്ളൂ. ബാക്കി അങ്ങനെ നോക്കാനാണെങ്കിൽ നല്ല സന്തോഷമായിട്ടുള്ളൊരു സമയമാണിപ്പോൾ. അപ്പോൾ മാസ്റ്റർ കീയിൽ തന്നെ നമ്മുടെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഇഷ്ടം പോലെ പേരുണ്ട്, ഓഫ്ലൈൻ ഓൺലൈനും ആയിട്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എങ്ങനെയാണ് പഠിച്ചത്? അപ്പോൾ ഈ എക്സാമിന് വേണ്ടി ഒരു പഠന സ്ട്രാറ്റജി കാണുമല്ലോ, അപ്പോൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? എനിക്ക് ഓഫ്ലൈൻ ആണ് കൂടുതൽ കംഫർട്ടബിൾ. ഇപ്പോൾ ഓൺലൈൻ്റെ ഏറെയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു പേപ്പർ ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, ആ ഒരു ഫീൽ ഗുഡ്, ഒരു റാങ്ക് ഫയൽ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എഴുതി പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, അത് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആണ്. ചിലവർക്ക് അതായിരിക്കും അപ്രോച്ചബിൾ. പിന്നെ ക്ലാസ് എപ്പോഴും എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. ഒരു ക്ലാസ്സും ഇപ്പം നമുക്ക് അറിയാവുന്ന സബ്ജക്റ്റ് ആണെങ്കിലും അറിയാത്ത സബ്ജക്റ്റ് ആണെങ്കിലും അതിപ്പോൾ എങ്ങനത്തെ ആണെങ്കിലും, ഇപ്പോൾ ചില ടീച്ചേഴ്സിനെ ഫേവറേറ്റ്സ് ആയിരിക്കും, ചില ടീച്ചേഴ്സിന് നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അതൊന്നും ഒരു മാനദണ്ഡമല്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് എക്സാമിൽ ഒരു ജോലി. അതിനുവേണ്ടി എല്ലാ ക്ലാസ്സുകളും കണ്ടിന്യൂസ്ലി ഒരു ബ്രേക്കും എടുക്കാതെ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഇവിടെ നടത്തുന്ന എക്സാംസ് അത് എടുത്തു പറയണം. എല്ലാ ദിവസവും എക്സാം ഉണ്ട്, ആഴ്ചയിൽ ഒരു OMR ഉണ്ട്. അത് ഒരിക്കൽ പോലും മിസ്സാക്കാറില്ല. പിന്നെ നമ്മൾ ആ OMR എഴുതുമ്പോൾ ആ ബോർഡിൽ നമ്മുടെ പേര് ഫസ്റ്റ് എന്ന് വരുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് വരുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ്, നമുക്ക് കിട്ടും, ഒരു ഹോപ്പാണ്. നമുക്ക് ഇതുപോലെ അതെ, ഒരു ദിവസം നമ്മൾ ഇച്ചിരി ഒന്ന് ബാക്ക് ആയാൽ നാളെ അത് ഒന്നിലോട്ട് തന്നെ എത്തിക്കുക എന്നുള്ള ഒരു മോട്ടിവേഷനിലായിരിക്കും പിറ്റേ ദിവസം വരുന്നത്. അപ്പോൾ ബ്രേക്ക് ഞാൻ എടുക്കാറില്ല. എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യും, എല്ലാ എക്സാം എഴുതും. അതുപോലെ എന്തെങ്കിലും അല്ലാതെ കോമ്പറ്റേറ്റീവ് എക്സാംസ് വെറുതെ വെളിയിൽ നടത്തിയാൽ അതും അറ്റൻഡ് ചെയ്യും. അത് മിസ് ചെയ്തിട്ടേ ഇല്ല ഇത്ര വർഷമായിട്ട്. അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവരും സെൻട്രലിൽ നടത്തുന്ന എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യണം, മിസ് ചെയ്യരുത്. അപ്പോൾ മാസ്റ്റർ കീയുടെ ഭാഗത്ത് നിന്ന്, നമ്മുടെ ഓഫ്ലൈൻ സെന്ററിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഡെയിലി എക്സാം ഉണ്ട്. ഡെയിലി നമുക്ക് സ്റ്റഡി പ്ലാൻ വെച്ചിട്ടുള്ള ഡെയിലി എക്സാം ഉണ്ട്. അതുകൂടാതെ വീക്കിലി നമ്മുടെ കേരള PSCയുടെ പുതുക്കിയ മോഡൽ അനുസരിച്ചുള്ള 100 മാർക്കിൻ്റെ OMR എക്സാം ഉണ്ട്. പിന്നെ അതുപോലെ ക്ലാസ് നോട്ടിൻ്റെ എക്സാം ഉണ്ട്. മന്ത്ലി റിവിഷൻ എക്സാം ഉണ്ട്. അതുപോലെ നമ്മൾ PDF നോട്ട്സ് അവർക്ക് പഠിക്കാൻ വേണ്ടി ഓരോ വീക്കിലും കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മുടെ ഭാഗത്ത്, മാസ്റ്റർ കീയുടെ ഭാഗത്ത് നിന്ന് ഓഫ്ലൈൻ സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നൂബറെ പോലുള്ള കുട്ടികൾ 1 അല്ല 2 അല്ല 4 ജോലികളിൽ ഒരേ സമയം പ്രവേശിക്കാൻ കാരണം. നമ്മൾ കൊടുത്ത ആ എഫേർട്ടിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് ഈ ജോലികളെല്ലാം. നമ്മുടെ കൺഫർമേഷൻ വന്നതിന് ശേഷം ഉണ്ടല്ലോ, അതിനുശേഷം പിന്നെ എങ്ങനെയാണ് പഠനം? ഇപ്പം അത് ഞാൻ പറയാം. എനിക്കിപ്പോൾ LD കഴിഞ്ഞ വർഷം എഴുതി തീർത്തെങ്കിലും നമ്മൾ സെക്രട്ടേറിയറ്റോടെ എക്സാം എഴുതുന്നത് ഈ വർഷം 25 അവസാനമാണ് എക്സാം. 26 ആദ്യമാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നത്. ഈ ജോലി കിട്ടുമെന്ന് ഉറപ്പായതിന് ശേഷവും ഞാൻ ക്ലാസ്സിന് വരുമായിരുന്നു. ഇപ്പം നമുക്ക് അഡ്വൈസ് കിട്ടും, കയ്യിൽ കിട്ടിയതിന് ശേഷം അപ്പോയിൻമെൻറ്റ് വരുന്നവരെ ഞാൻ ക്ലാസ്സിന് വരുമായിരുന്നു. അപ്പം ഇത് നിർത്തരുത്, ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കാരണം എന്ന് വേണം, ഒരു റാങ്ക് ലിസ്റ്റാണ്, എന്ത് വേണോ സംഭവിക്കാം. അതുകൊണ്ട് കയ്യിലൊരു ജോലി കിട്ടി എന്ന് ഉറപ്പുള്ളത് വരെ പഠിക്കുക. അപ്പോൾ അതുവരെ നമ്മളെ മെൻറ്റേഴ്സിൻ്റെ എല്ലാ അഡ്വൈസും തേടുക, ടീച്ചർമാരെ ഹെൽപ്പ്. നമുക്ക് എന്ത് ചോദിച്ചാലും തരും. ഒരു ബുക്ക് ഇല്ല, ഇപ്പോൾ ഒരു ബുക്ക് പഠിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ച് തരും. എന്ത് ഹെൽപ്പ് വേണോ ഇവിടെ നിന്ന് നമുക്ക് ചെയ്തു തരും. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണം, ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ അതും നമുക്ക് തരും. ഒരു സാറിൻ്റെ ക്ലാസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഒരാളെ മാറ്റണം, അതൊക്കെ പുതിയ ടോപ്പിക്സ് എടുക്കാൻ പുതിയ ആളെ തരും. സ്പെഷ്യൽ ടോപ്പിക്സിന് വരെ നമുക്ക് ഡിഗ്രി ലെവലിൽ എക്സ്ട്രാ ക്ലാസ് തന്നിരുന്നു. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളത് പഠിക്കുക, അത് മാത്രമേ ഉള്ളൂ. അത് ചെയ്താൽ റിസൾട്ട് എന്തായാലും വരും. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവർക്കും എഫേർട്ട്
ഒരു ലിമിറ്റ് വരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നമുക്ക് തരാൻ പറ്റും. നമ്മുടെ സൈഡിൽ നിന്ന് ആ എഫേർട്ട് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. അത് എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് സക്സസ് ഉണ്ടാവും. ഈ പഠിക്കുന്ന കൂട്ടത്തിലെ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഫാമിലി എത്രത്തോളം പഠിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്? അതെ, അത് ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ പറയണം, ഞാൻ ഈ PSCയിലോട്ട് വന്നത് എൻ്റെ ഫാമിലി കാരണമാണ്. എൻ്റെ മദറും ഫാദറും ഹസ്ബൻഡും എല്ലാം ഗവൺമെൻറ് സർവൻസ് ആണ്. അപ്പോൾ അവരുടെ ഒറ്റ ആഗ്രഹം, എനിക്ക് അങ്ങനെ ഫസ്റ്റ് ഇൻട്രസ്റ്റോടെ അല്ല ഞാനിത് തുടങ്ങിയത്. പക്ഷെ അവരുടെ ആഗ്രഹപ്രകാരം ശരി എന്നാൽ നോക്കാം എന്നുള്ളൊരിതില്ല, അങ്ങനെ വന്നു സ്റ്റാർട്ട് ചെയ്തു. പിന്നെയാണത് എൻ്റെ പാഷനായിട്ട് മാറി. അവരുടെ ഹസ്ബൻഡ് കണ്ടിന്യൂസ്ലി ഇപ്പോൾ ഒരു ദിവസം പോലും, എല്ലാവർക്കും സാഹചര്യം ഇങ്ങനെ ആവണമെന്നില്ല, പക്ഷെ എനിക്ക് കുക്കിംഗ് പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല. പഠിക്കുന്ന സമയത്ത് രാത്രി വരെ പുള്ളി എല്ലാം ചെയ്തു തരും, പഠിച്ചോളാൻ പറഞ്ഞിട്ട്. അത്ര സപ്പോർട്ടായിരുന്നു. അതുപോലെ വീട്ടിലാണെങ്കിലും എന്താവശ്യത്തിനെന്ന് പറഞ്ഞാലും ഇൻലോസും എല്ലാവരും പഠിക്കുക മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട എന്നുള്ളൊരു രീതിയിലുള്ള സപ്പോർട്ടായിരുന്നു. അത് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അതില്ലെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ആവശ്യമാണ് ഇത്. ഒരു ജോലി കിട്ടി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും അത് കഴിയുമ്പോൾ നമുക്ക് വരുന്നൊരു കോൺഫിഡൻസും നമുക്ക് വേറെ ഒന്നിൽ നിന്നും കിട്ടില്ല. സോ അൾട്ടിമേറ്റ്ലി ഫൈറ്റ് ചെയ്യുക, ലാസ്റ്റ് എന്തായാലും സക്സസ് വരും. ഇപ്പം കിട്ടിയ ജോലി എന്ന് വെച്ചാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഏറ്റവും നല്ല ജോലിയാണ് KSFEയിൽ. അപ്പം ഇതിന് എബോ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ജോലി നീ നോക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇത് PSC ഒരിക്കലും നമുക്ക് തുടങ്ങുന്നവർക്കെല്ലാം അറിയാം, നിർത്താൻ പറ്റില്ല. ഇത് നമുക്കൊരു ഹരമായി മാറും. അപ്പം ഇതിൽ മേളിലോട്ടുള്ള കിട്ടുക എന്നുള്ളൊരു എയിമിലായിരിക്കും ഇനി. അപ്പോൾ അടുത്ത സെക്രട്ടറി അസിസ്റ്റന്റ് എന്തായാലും അതിനെ ഫോക്കസ് ചെയ്തായിരിക്കും ഇനി അടുത്ത എൻ്റെ ലക്ഷ്യം. പിന്നെ അതിന് മേലോട്ടുള്ള നമുക്ക് അത് കിട്ടി വീണ്ടും. പിന്നെ ഞാൻ ബേസിക്കലി ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ലെവൽ ഈ പോസ്റ്റുകളും അതും ഇനി ഫോക്കസ് ചെയ്യുന്നുണ്ട്. PSC ഒരിക്കലും നിർത്തില്ല. ഏറ്റവും ബെസ്റ്റ് കിട്ടുന്നവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇത് നല്ലൊരു അഡ്വൈസാണ്. PSC തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും മികച്ചൊരു അഡ്വൈസാണ്. അപ്പോൾ ഒരിക്കലും പഠനം നിർത്തരുത്. നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ തന്നെയും ഇനിയും നല്ല ഉയർന്ന ജോലിക്ക് വേണ്ടിയുള്ള പഠനങ്ങൾ നിങ്ങൾ തുടരുക. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് PSC ജോലി അച്ചീവ് ചെയ്യാൻ എല്ലാവരും നല്ല രീതിയിൽ പരിശ്രമിക്കുക. നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് കരുനാഗപ്പള്ളി, പത്തനംതിട്ട, ചാരുമൂട് എന്നീ സ്ഥലങ്ങളിലാണ്. അപ്പോൾ നമ്മളെ ഇനിയും വരാൻ പോകുന്ന LD എക്സാമിന് വേണ്ടി, LPUP എക്സാമിന് വേണ്ടി, ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയുള്ള ഏറ്റവും പുതിയ ബാച്ചുകൾ മാസ്റ്റർ കെ അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഓൾറെഡി ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ രീതിയും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി മാസ്റ്റർ കെ അക്കാഡമി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ വന്ന് അഡ്മിഷൻ എടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.